ഒരു കുഞ്ഞു കഥയാണ് കേട്ടോ. ഒരു മനുഷ്യൻ ദിവസവും വയലിലേക്ക് ജോലിക്കായി പോകാറുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് 2 മലകളുണ്ടായിരുന്നു. അതിൻ്റെ നടുവിലൂടെ ഒരു നദി ഒഴുകിപ്പോവുകയും ചെയ്യുമായിരുന്നു. എന്നും ഈ നദിയിലൂടെ ഒന്ന് കടന്ന് ആ മലയുടെ പുറകിലെത്തണമെന്ന് ഇദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ജോലിക്ക് താമസമാകുമോ എന്ന് വിചാരിച്ച് ആ ഒരു പരിപാടി അദ്ദേഹം ചെയ്തില്ല. എന്നാൽ ഒരു ദിവസം അല്പം നേരത്തെ ജോലി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഈ മലകളുടെ ഇടയിൽ നിന്ന് ഇദ്ദേഹം ഉറക്കെ ഉച്ചത്തിൽ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. ഹലോ എന്നിങ്ങനെ വിളിച്ചപ്പോൾ ഈ മലകളുടെ ഇടയിൽ നിന്ന് ഇതിൻ്റെ പ്രതിധ്വനി ഹലോ എന്ന് കേട്ടു. അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. വീണ്ടും ഈ പ്രതിധ്വനി പൊട്ടിച്ചിരിയായിട്ട് വന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം ദേഷ്യപ്പെട്ട് ഞാൻ നിന്നെ ശരിയാക്കും എന്ന് ഉറക്കെ പറഞ്ഞപ്പോൾ അതേ പ്രതിധ്വനി ഇദ്ദേഹത്തിന് കേൾക്കാൻ പറ്റി. ഈ ഒരു കഥ ഞാൻ കേട്ടപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നോണം വന്നത്, നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് നമുക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ സന്തോഷമായിട്ടും സമാധാനമായിട്ടും മറ്റുള്ളവരോട് ഇടപെട്ടാൽ തീർച്ചയായും അത് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. എന്നാൽ മുൻവിധിയോടെ മറ്റുള്ളവരെ എല്ലാം ശരിയാക്കണം എന്ന ചിന്തയോടെ വഴക്ക് ആരംഭിച്ചാൽ തിരിച്ച് നിങ്ങളോടെല്ലാവരും വഴക്കുണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു കുട്ടി, സ്കൂളിൽ പഠിക്കുന്ന കുട്ടി എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ക്ലാസ്സിൽ 50 പേരാണ്, 49 പേരും എന്നോട് സംസാരിക്കാറില്ല. ആരുടെയാണ് കുഴപ്പം? ഞാൻ ചോദിച്ചു, മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമോ? അവരോടൊക്കെ സംസാരിക്കുക, എന്നോട് മാത്രം ആരും സംസാരിക്കില്ല. പ്രശ്നം എവിടെയാണെന്ന് ചിന്തിക്കുക. നാം കൊടുക്കുന്നതേ നമുക്ക് തിരിച്ചു കിട്ടും. സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും, ദേഷ്യം കൊടുത്താൽ ദേഷ്യം തിരിച്ചു വരും. അപ്പം അങ്ങനെയാണല്ലോ അല്ലേ? ഓക്കേ.